ജ്യോതിഷത്തിന്റെ ആഴത്തിലുള്ള വിശകലനത്തിൽ ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ സവിശേഷതകളും ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്ന ഊർജ്ജസ്വലമായ ഗുണങ്ങളും ഉണ്ട്. 26ാമത്തെ നക്ഷത്രമായ ഉത്രട്ടാതി ഭാരതീയ ജ്യോതിഷത്തിലെ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളിൽ ഒന്നാണ്. ഈ നക്ഷത്രത്തിന്റെ അധിപഗ്രഹം ശനിയാണെങ്കിലും ഇത് മീനം രാശിയിൽ ഉൾപ്പെടുന്നതിനാൽ വ്യാഴത്തിന്റെ സ്വാധീനവും ശക്തമായിരിക്കും. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെയും നക്ഷത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെയും അടിസ്ഥാനമാക്കി ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പ്രധാന ഭാഗ്യ നമ്പർ 8 കണക്കാക്കപ്പെടുന്നു. സംഖ്യാശാസ്ത്ര പ്രകാരം 8 ശനിയുമായി ബന്ധപ്പെട്ട സംഖ്യയാണ്. ഈ വീഡിയോയിൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ 8 എങ്ങനെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ പ്രയോജനപ്പെടുത്താമെന്നും 2026 സംഖ്യാശാസ്ത്രപരമായ പ്രവചനങ്ങൾക്കനുസരിച്ച് ഈ നമ്പർ എങ്ങനെ ഫലപ്രദമാക്കാമെന്നും വിശദമായി പരിശോധിക്കുന്നു. ഓരോ നക്ഷത്രവും വ്യക്തിയുടെ സ്വഭാവത്തെയും ഭാഗ്യത്തെയും നിർണ്ണയിക്കുന്ന സവിശേഷമായ ഊർജ്ജത്തെ വഹിക്കുന്നു. ഉത്രട്ടാതി നക്ഷത്രം 27 നക്ഷത്രങ്ങളിൽ 26ാമത്തേതാണ്. ഉത്രഭദ്രപദ എന്നും ഈ നക്ഷത്രം അറിയപ്പെടുന്നു. ഇതിന്റെ അധിപഗ്രഹം ശനിയാണെങ്കിലും മീനം രാശിയിൽ ഉൾപ്പെടുന്നത് കൊണ്ട് വ്യാഴത്തിന്റെ സ്വാധീനവും ഈ നക്ഷത്രക്കാർക്ക് ശക്തമായിരിക്കും. ശനി കഠിനാധ്വാനം, അച്ചടക്കം, നീതി, ദീർഘവീക്ഷണം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഈ ശനിയുടെ സ്വാധീനമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 8 എന്ന സംഖ്യയെ ഒരു പ്രധാന ഭാഗ്യ നമ്പറാക്കി മാറ്റുന്നത്. ഉത്രട്ടാതി എന്ന വാക്കിന് വളരെ ഐശ്വര്യമുള്ള കാൽപാദങ്ങൾ അല്ലെങ്കിൽ നല്ല ചിഹ്നങ്ങളോട് കൂടിയുള്ള കാൽപാദങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ സ്ഥിരതയും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശനി അച്ചടക്കം, കഠിനാധ്വാനം, ക്ഷമ, ഉത്തരവാദിത്വ ബോധം, നീതി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. വ്യാഴമാണ് മീനം രാശിയുടെ അധിപൻ. ഇത് ദയ, അനുകമ്പ, ആത്മീയത, ഉദാരത എന്നിവയെ സൂചിപ്പിക്കുന്നു. ദേവത അഹിർബുദ്ന്യനാണ്. രഹസ്യങ്ങൾ, ആഴത്തിലുള്ള അറിവ്, ആത്മീയ ശക്തി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഹിർബുദ്ന്യൻ. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരും ദയയും അനുകമ്പയും ഉള്ളവരും ആത്മീയ ചിന്താഗതിയുള്ളവരുമായിരിക്കും. ഇവർക്ക് നല്ല നേതൃത്വ ഗുണങ്ങളും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരുമായിരിക്കും. കഠിനാധ്വാനികളും ലക്ഷ്യബോധമുള്ളവരും ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിവുള്ളവരുമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വവും വിവേകവും കാണിക്കും. ന്യൂമറോളജിയിൽ നമ്പർ 8 എന്നത് ശനിയുടെ സ്വാധീനത്തിലുള്ള ഒരു സംഖ്യയാണ്. ശനി എന്നത് നീതി, കർമ്മബലം, അച്ചടക്കം, സ്ഥിരത, കഠിനാധ്വാനം എന്നിവയുടെ ഗ്രഹമാണ്. നമ്പർ 8 അധികാരത്തെയും സ്വാധീനത്തെയും സൂചിപ്പിക്കുന്നു. ഇത് നേതൃത്വപരമായ കഴിവുകളെയും നിയന്ത്രിക്കാനുള്ള കഴിവിനെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ സംഖ്യ സാമ്പത്തിക ഭദ്രത, സമ്പത്ത്, സമൃദ്ധി എന്നിവ കൊണ്ടുവരുന്നു. കഠിനാധ്വാനത്തിലൂടെയും ദീർഘകാല നിക്ഷേപങ്ങളിലൂടെയും സാമ്പത്തിക വിജയം നേടാൻ സഹായിക്കുന്നു. നമ്പർ 8 ക്ഷമ, സ്ഥിരോത്സാഹം, അച്ചടക്കം എന്നിവയുടെ പ്രതീകമാണ്. ഇത് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനും പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനും സഹായിക്കുന്നു. നീതിയും സത്യസന്ധതയും ഈ സംഖ്യയുടെ പ്രധാന ഗുണങ്ങളാണ്. നിയമപരമായ കാര്യങ്ങളിൽ വിജയം നേടാനും ഇത് സഹായിക്കുന്നു. ഭൗതികമായ വിജയങ്ങൾക്കപ്പുറം ആത്മീയമായ വളർച്ചയ്ക്കും ഉന്നതിക്കും ഈ സംഖ്യ പ്രധാനമാണ്. വെല്ലുവിളികളെ അതിജീവിച്ച് കൂടുതൽ ശക്തമായി തിരിച്ചു വരാനുള്ള കഴിവിനെ നമ്പർ 8 സൂചിപ്പിക്കുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളുമായി ഈ ഗുണങ്ങൾ ചേർന്ന് നിൽക്കുന്നത് അവർക്ക് നമ്പർ 8 ഒരു മികച്ച ഭാഗ്യ നമ്പറായി മാറാൻ സഹായിക്കുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ നമ്പർ 8 എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് നോക്കാം. സംഖ്യാശാസ്ത്ര പ്രകാരം സ്വന്തം പേരല്ലെങ്കിൽ കുട്ടികളുടെ പേര് 8 എന്ന സംഖ്യാമൂല്യത്തിൽ വരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും. ഒരു ജ്യോതിഷിയുടെ സഹായത്തോടെ ചെയ്യേണ്ടതാണ്. 8 എന്ന അക്കമുള്ള ദിവസങ്ങളോ 8 മണിയോ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് 8-ാം തീയതി, 17-ാം തീയതി, 26-ാം തീയതി എന്നിങ്ങനെ. കറുപ്പ്, ഇരുണ്ട നീല, ചാരനിറം എന്നിവ ശനിയുമായി ബന്ധപ്പെട്ട നിറങ്ങളാണ്. ഈ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ശനിയാഴ്ചകളിൽ ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. ഈ നിറങ്ങൾ 8 എന്ന സംഖ്യയുടെ ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നു. ഒരു യോഗ്യനായ ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം നീലക്കല്ല് ധരിക്കുന്നത് ശനിയുടെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. പഠനമുറിയിൽ കറുപ്പ്, നീല നിറങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഏകാഗ്രതയും ദീർഘകാല ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കുക. 8 മണിക്കൂർ, 16 മണിക്കൂർ എന്നിങ്ങനെ 8ന്റെ ഗുണിതങ്ങളായി സമയം ക്രമീകരിക്കുന്നത് ഫലപ്രദമാകും. നിയമം, നീതിന്യായ വ്യവസ്ഥ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഗവേഷണം, ശാസ്ത്രം, ഭരണനിർവഹണം, സാമൂഹിക സേവനം, റിയൽ എസ്റ്റേറ്റ്, ഖനനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. ഈ വിഷയങ്ങളെല്ലാം ശനിയുടെ സ്വാധീനത്തിലുള്ളവയാണ്. പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കോഴ്സിന്റെ കാലാവധി 8 മാസത്തിൽ കൂടുന്നവ തിരഞ്ഞെടുക്കുന്നത് ശുഭകരമാണ്. ബിസിനസ് സ്ഥാപനങ്ങളുടെ പേര് സംഖ്യാശാസ്ത്ര പ്രകാരം 8 എന്ന സംഖ്യാമൂല്യത്തിൽ വരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് വിജയകരമാകും. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനോ ഒരു പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതിനോ 8-ാം തീയതി, 17-ാം തീയതി, 26-ാം തീയതി തുടങ്ങിയവ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. സ്ഥാനക്കയറ്റത്തിന് അപേക്ഷിക്കുകയോ പ്രധാനപ്പെട്ട അഭിമുഖങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യുമ്പോൾ ഈ ദിവസങ്ങൾക്ക് പ്രാധാന്യം നൽകാം. സാമ്പത്തിക ഇടപാടുകൾ, നിക്ഷേപങ്ങൾ എന്നിവ നടത്തുമ്പോൾ 8 എന്ന അക്കത്തിന് പ്രാധാന്യം നൽകുന്നത് ഐശ്വര്യം കൊണ്ടുവരും. നിയമം, ബാങ്കിംഗ്, ഫിനാൻസ്, റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണ മേഖല, ഖനനം, കൃഷി, സർക്കാർ സർവീസ്, സാമൂഹിക സേവനം,
ഗവേഷണം, പ്രതിരോധ മേഖല എന്നിവ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനുയോജ്യമാണ്. ഈ മേഖലകളിൽ 8 എന്ന സംഖ്യയുടെ ഊർജ്ജം ക്രിയാത്മകമായി ഉപയോഗിക്കാൻ സാധിക്കും. ടീം അംഗങ്ങളുടെ എണ്ണം 8, 17, 26 എന്നിങ്ങനെ വരുന്നത് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വിവാഹ തീയതികൾ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകൾ നടത്തുന്ന ദിവസങ്ങൾ 8 എന്ന അക്കത്തിൽ വരുന്നവ തിരഞ്ഞെടുക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. 8ന്റെ സ്വാധീനമുള്ള വ്യക്തികളുമായി നല്ല സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് സന്തോഷകരമാകും. ബന്ധങ്ങളിൽ സത്യസന്ധവും ആഴത്തിലുള്ളതുമായ ആശയവിനിമയം വളരെയധികം സഹായിക്കും. വിശ്വസ്തതയും കൂറും ഈ നമ്പറിന്റെ പ്രധാന ഗുണങ്ങളാണ്. ദിവസവും കുറഞ്ഞത് 8 മിനിറ്റെങ്കിലും ധ്യാനത്തിനോ യോഗയ്ക്കോ സമയം കണ്ടെത്തുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ആരോഗ്യകരമായ ഭക്ഷണം 3 നേരം കഴിക്കുന്നതിനും സമീകൃത ആഹാരത്തിന് ഊന്നൽ നൽകുന്നതിനും ശ്രദ്ധിക്കുക. ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ദിവസവും 8, 16, 24 മിനിറ്റ് ധ്യാനിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മനസ്സിന് ശാന്തി നൽകാനും സഹായിക്കും. എല്ലുകൾ, സന്ധികൾ, പല്ലുകൾ, പാദങ്ങൾ, ദഹന വ്യവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഈ ഭാഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. കറുപ്പ്, നീല, ചാരനിറം എന്നിവ ശരീരത്തിന് സ്ഥിരതയും ശാന്തതയും നൽകുന്നു. യാത്രകൾക്ക് 8, 17, 26 എന്നീ തീയതികൾ തിരഞ്ഞെടുക്കുന്നത് സുരക്ഷിതവും ഫലപ്രദവുമാകും. 8 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ചരിത്രപരമോ സാംസ്കാരികപരമോ ആത്മീയപരമോ ആയ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാണ്. 2026 എന്ന വർഷത്തെ സംഖ്യാശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ, അതായത് 2026 എന്ന വർഷത്തിന്റെ ഒറ്റ സംഖ്യാമൂല്യം 1 ആണ്. സംഖ്യാശാസ്ത്ര പ്രകാരം 1 സൂര്യന്റെ സംഖ്യയാണ്. ഇത് പുതിയ തുടക്കങ്ങൾ, നേതൃത്വം, സ്വാതന്ത്ര്യം, വ്യക്തിത്വം, ലക്ഷ്യബോധം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഇവിടെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ 8ഉം 2026 സംഖ്യാമൂല്യം 1ഉം ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളും എങ്ങനെ ഈ വർഷം നമ്പർ 8 പ്രയോജനപ്പെടുത്താമെന്നും നോക്കാം. നമ്പർ 1 നേതൃത്വപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്പർ 8 അധികാരവും അച്ചടക്കവും നൽകുന്നു. അതിനാൽ 2026 ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ തൊഴിൽ മേഖലകളിലോ സാമൂഹിക പ്രവർത്തനങ്ങളിലോ നേതൃത്വപരമായ റോളുകൾ ഏറ്റെടുക്കാൻ കഴിയും. ശക്തമായ നേതൃത്വവും ഉത്തരവാദിത്ത ബോധവും ഈ വർഷം വിജയകരമാകും. 1 പുതിയ തുടക്കങ്ങളെയും 8 ഘടനാപരമായ മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നു. അതിനാൽ 2026 പുതിയ ബിസിനസ് സംരംഭങ്ങൾ, കെട്ടിട നിർമ്മാണ പദ്ധതികൾ അല്ലെങ്കിൽ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ എന്നിവ ആരംഭിക്കാൻ ഇതൊരു നല്ല വർഷമാണ്. ഈ പുതിയ സംരംഭങ്ങളിൽ 8 എന്ന നമ്പറിനെ ഉൾപ്പെടുത്തുന്നത് വിജയസാധ്യത വർദ്ധിപ്പിക്കും. നമ്പർ 1 പുതിയ വരുമാന മാർഗങ്ങളെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തെയും സൂചിപ്പിക്കുന്നു. നമ്പർ 8 ശനിയുടെ സ്വാധീനത്തിൽ വരുന്നതിനാൽ സാമ്പത്തിക ഭദ്രതയ്ക്കും ദീർഘകാല നിക്ഷേപങ്ങൾക്കും വഴിയൊരുക്കുന്നു. അതിനാൽ 2026 ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിലൂടെയും മികച്ച ആസൂത്രണത്തിലൂടെയും വലിയ സാമ്പത്തിക വിജയം നേടാൻ ഈ വർഷം സാധിക്കും. 2026 ഒരു വ്യക്തിഗത വളർച്ചയുടെയും അച്ചടക്കത്തിന്റെയും വർഷമാണ്. നമ്പർ 1 നിങ്ങളുടെ ഞാൻ എന്ന ഭാവത്തെയും സ്വയം തിരിച്ചറിയലിനെയും പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്പർ 8 സ്വയം നിയന്ത്രിക്കാനും ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കാനും സഹായിക്കുന്നു. ആത്മനിയന്ത്രണം, ധ്യാനം, ചിട്ടയായ ജീവിതശൈലി എന്നിവയിലൂടെ സ്വയം മെച്ചപ്പെടുത്താൻ ഈ വർഷം അനുയോജ്യമാണ്. നമ്പർ 1 വ്യക്തിത്വത്തെയും നമ്പർ 8 സാമൂഹിക ഉത്തരവാദിത്വത്തെയും സൂചിപ്പിക്കുന്നു. 2026 ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ കൂടുതൽ സജീവമായി ഇടപഴകാനും തങ്ങളുടെ സംഭാവനകളിലൂടെ അംഗീകാരം നേടാനും അവസരം ലഭിക്കും. ശനിയുടെ സ്വാധീനം ആരോഗ്യകരമായ വെല്ലുവിളികൾക്ക് കാരണമായേക്കാം. 2026 ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് പ്രധാനമാണ്. ചിട്ടയായ വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണം, മതിയായ വിശ്രമം എന്നിവ ഉറപ്പാക്കുക. 8 എന്ന നമ്പറിന് പ്രാധാന്യം നൽകി ആരോഗ്യ ദിനചര്യകൾ ക്രമീകരിക്കാം. 2026 ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കാൻ 8, 17, 26 എന്നീ തീയതികൾക്ക് പ്രാധാന്യം നൽകുക. 8 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ 2026 സ്ഥാപിക്കുകയും അവയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഇത് ദീർഘകാല ലക്ഷ്യങ്ങളാക്കാൻ ശ്രമിക്കുക. നമ്പർ 8 ചിലപ്പോൾ അമിതമായ കഠിനാധ്വാനത്തിലേക്ക് നയിച്ചേക്കാം. ഇത് മാനസികവും ശാരീരികവുമായുള്ള ക്ഷീണത്തിന് കാരണമാകാം. വിശ്രമത്തിന് മതിയായ സമയം കണ്ടെത്തുക. ശനിയുടെ സ്വാധീനം ചിലപ്പോൾ ഒറ്റപ്പെടലിനും സാമൂഹിക അകൽച്ചയ്ക്കും കാരണമായേക്കാം. സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രദ്ധിക്കുക. ലക്ഷ്യങ്ങൾ നേടുന്നതിൽ കാലതാമസം നേരിടുമ്പോൾ നിരാശപ്പെടാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെയും സ്ഥിരോത്സാഹത്തോടെയും മുന്നോട്ട് പോവുക. അധികാരവും വിജയവും ചിലപ്പോൾ ധാർഷ്ട്യത്തിലേക്ക് നയിച്ചേക്കാം. വിനയവും ദയയും നിലനിർത്തുക. 8 എന്ന സംഖ്യ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ചിലപ്പോൾ നിയമപരമായ തർക്കങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളിലും നിയമപരമായ വ്യക്തത ഉറപ്പാക്കുക. ശനിയാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുകയും ശാസ്താവിനെയോ ഹനുമാനെയോ ശിവനെയോ ഭജിക്കുകയും ചെയ്യുന്നത് ശനിയുടെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. ശനി മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക.
കറുപ്പല്ലെങ്കിൽ ഇരുണ്ട നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും പൂജകളിൽ ഈ നിറങ്ങളുള്ള വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യുക. ശനിയാഴ്ചകളിൽ സാധുക്കൾക്ക്, പ്രത്യേകിച്ച് തൊഴിലാളികൾക്ക് ഭക്ഷണം, വസ്ത്രം, എണ്ണ എന്നിവ ദാനം ചെയ്യുക. ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യുകയും അതിന്റെ ചുവട്ടിൽ എണ്ണവിളക്ക് കൊളുത്തുകയും ചെയ്യുന്നത് ശനിദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വ്യാഴം മീനം രാശിയുടെ അധിപനായതുകൊണ്ട് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ഗുണകരമാണ്. ഓം അഹിർപുണ്യനായ നമഃ എന്ന ഉത്രട്ടാതി നക്ഷത്രമന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 8 എന്ന സംഖ്യ ശക്തിയും അധികാരവും സാമ്പത്തിക വിജയവും സ്ഥിരതയും കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സംഖ്യയാണ്. കഠിനാധ്വാനം, അച്ചടക്കം, ദീർഘവീക്ഷണം എന്നിവയുടെ പ്രതീകമായ ഈ സംഖ്യയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലൂടെ അവർക്ക് വലിയ വിജയം നേടാൻ കഴിയും. 2026 എന്ന വർഷം പുതിയ തുടക്കങ്ങളുടെയും നേതൃത്വത്തിന്റെയും വർഷമായതുകൊണ്ട് നമ്പർ 8ന്റെ സ്വാധീനം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാകും. ജ്യോതിഷത്തെയും ന്യൂമറോളജിയെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കി ഈ അറിവിനെ പ്രായോഗിക ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിലൂടെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ഭാഗതയെ മെച്ചപ്പെടുത്താനും സന്തുഷ്ടവും സമൃദ്ധവുമായ ജീവിതം നയിക്കാനും സാധിക്കും. എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ ഗ്രഹനിലയും മറ്റു ജ്യോതിഷപരമായ ഘടകങ്ങളും ഈ ഫലങ്ങളെ സ്വാധീനിക്കുമെന്നതിനാൽ വ്യക്തിപരമായ നിർദ്ദേശങ്ങൾക്കായി ഒരു വിദഗ്ധനായ ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉത്തമമാണ്.